മറ്റന്നാൾ മകരവിളക്കാണ്. നിങ്ങൾക്കറിയാം, ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ അരങ്ങേറും. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടും. മകരജ്യോതി കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ശബരിമല സന്നിധാനത്ത് എത്താറുള്ളത്. തീർത്ഥാടകർക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം അത്ര കൂടുതൽ ഭക്തജന തിരക്കായിരിക്കാം ഈ സന്നിധാനത്ത് അനുഭവപ്പെടുക. 14-ാം തീയതിയാണ് മകരവിളക്ക്. ടോബി ജോൺസൺ പന്തളത്ത് നിന്ന് ചേരും തിരുവാഭരണ ഘോഷയാത്രയുടെ കാര്യങ്ങൾ പറയാൻ. അതുപോലെ ശബരിമല സന്നിധാനത്ത് നമ്മുടെ പ്രതിനിധി രാഹുൽ സുരേഷുമുണ്ട്. മകരവിളക്കിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് രാഹുൽ സുരേഷ് നമ്മോട് പറയും. ആദ്യം പന്തളത്തേക്ക് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. മലമുടിയിൽ നിൽക്കുന്ന രാഹുൽ സുരേഷിനും ഒരു സുപ്രഭാതം. പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും പന്തളത്ത് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. രാവിലെ തന്നെ പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ നിന്നും ആ തിരുവാഭരണം തൊട്ടടുത്തുള്ള വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഭക്തർക്ക് ഇത് കാണാനുള്ള, തിരുവാഭരണം കാണാനുള്ള ഒരു അവസരം രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാം. വലിയ നിരയാണ് ഇവിടെ. പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. രാവിലെ എത്തി ഈ തിരുവാഭരണവും കാണാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഈ ഒരു അവസരം ഉണ്ടാകുന്നത്. അത് വേണ്ടുവോളം കാണാനും ആ ഒരു ഭാഗ്യം സിദ്ധിക്കുന്നതിന് വേണ്ടി അവർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. രാവിലെ മുതൽ തന്നെ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാം തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ, മറ്റു ചടങ്ങുകളെല്ലാം തന്നെ 12:30 ആരംഭിക്കുന്നത്. അതിനുശേഷം ഏകദേശം കൃത്യം 1 മണിയോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടും. പന്തളം കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ തലമുറക്കാരനായിട്ടുള്ള തൃക്കേട്ടനാൾ രാജരാജവർമ്മയുടെ നേതൃത്വത്തിലാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നത്. അത് കൃത്യം 1 മണിക്ക് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധര പിള്ളയാണ് ഇത് ശിരസിലേറ്റുന്ന. ഒപ്പം തന്നെ 28ഓളം പേർ ഈ 3 പേടകങ്ങളും ശിരസിലേറ്റി ഇവിടെ നിന്നും കാനനപാത വഴി സാധാരണ പരമ്പരാഗത പാതയിലൂടെ ഏകദേശം 85 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഈ 2 ദിവസം കൊണ്ട് 14-ാം തീയതി 5 മണിയോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് ഈ ശരംകുത്തിയിലേക്ക് എത്തും. അവിടെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ അടക്കമുള്ളവർ ചേർന്ന് ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. പിന്നീടാണ് തിരുവാഭരണം ചാർത്തിയുള്ള മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പുറപ്പെടുന്ന 1 മണിയോടുകൂടി ഇവിടെ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ആദ്യത്തെ ദിവസം ആയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുന്നത്. അതിനുശേഷം നാളെ, അതായത് 13-ാം തീയതി ലാഹയിലെ ദേവസ്വം ബോർഡിൻ്റെ സത്രത്തിലും വിശ്രമിക്കും. അതിനുശേഷം 14-ാം തീയതി സന്നിധാനത്തേക്ക് മല കയറി പോകും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പന്തളത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തിരുവാഭരണം ആളുകൾക്ക് കാണാനുള്ള, ഭക്തജനങ്ങൾക്ക് കാണാനുള്ള ഒരവസരമാണ്. അതിനുവേണ്ടി ക്യൂ നിന്ന ആളുകൾ ഈ തിരുവാഭരണം കാണുന്നതിന് വേണ്ടി വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. SKN. രാഹുൽ സുരേഷ്, താങ്ക് യു ടോബി ജോൺസൺ.